4 സബ്സ്ക്രൈബേഴ്സ്. ആ 4 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം ഇതൊരു യൂട്യൂബ് ചാനൽ ആക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിലൊന്നുമല്ല ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത്. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത കൂട്ടത്തിൽ ജസ്റ്റ് യൂട്യൂബിലോട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ച് അങ്ങ് അപ്ലോഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ തലയും വാലും അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഞാൻ എന്താണെന്നോ എൻ്റെ ഇൻട്രൊഡക്ഷനോ അങ്ങനെ തലയും വാലും ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നത്. ജസ്റ്റ് എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് മാത്രം. എന്നിട്ടും 4 പേര് അത് സബ്സ്ക്രൈബ് ചെയ്തു, 400 പേരോളം വാച്ച് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ നിക് നെയിമിൽ സ്വപ്ന അജേഷ് എന്നാണ് എൻ്റെ നിക് നെയിം. അതിലെനിക്ക് കാനഡ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ 5 വർഷം മുന്നേ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ കാനഡയിൽ വന്ന സമയത്ത് വരുന്ന യാത്രയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ചാനലിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് എബ്രോഡിലേക്ക് ഇങ്ങനെ പഠിക്കാൻ വരുന്നതിൻ്റെയും PR-ൻ്റെയും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതിലെനിക്കൊരു 15,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ആ ചാനലിൽ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള റൂൾസും കാര്യങ്ങളെല്ലാം ഭയങ്കര ടൈറ്റാക്കി തുടങ്ങി. ഒരു 5 വർഷം അല്ലെങ്കിൽ 8 വർഷം 10 വർഷം മുന്നേ ഉള്ള കാനഡ അല്ല ഇപ്പോഴത്തെ കാനഡ. പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഓക്കെ, നല്ലതുമുണ്ട് അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിവേ ഈ മാസം നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റുഡൻറ്റ് വിസയുടെ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യേണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടേക്കുന്ന ഒട്ടുമിക്ക വീഡിയോസും എല്ലാം ഞാൻ ഹൈഡ് ചെയ്തിട്ടു. കാരണം ആ ടോപ്പിക്സ് ഒന്നും ഇപ്പോൾ റെലവൻ്റ് അല്ല. അപ്പം ഇപ്പോൾ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനലിൽ എൻ്റെ ഓൺലൈൻ ബിസിനസ് ജേർണി വെച്ച് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതിലേക്ക് തന്നെ അത് ആഡ് ചെയ്തേനെ. കാരണം എനിക്ക് ഓൾറെഡി അതിനകത്ത് 15,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ഗ്രേറ്റ്ഫുള്ളും ആണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ലൈക്ക് അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് എഡിറ്റ് ചെയ്തിട്ടോ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടോ ക്യാപ്ഷൻ തംബ്നെയിലിൻ്റെ മുകളിൽ മറ്റേ ക്യാപ്ഷൻ വെച്ചിട്ടൊന്നുമല്ല, വെറുതെ ഫേസ്ബുക്കിൽ പറഞ്ഞ പോയ കാര്യം യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണ്. അതിനെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയും കൊണ്ട് ആയിട്ടേ ഉള്ളൂ. അതിൽ 400 പേരോളം വാച്ച് ചെയ്തു. 4 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളി. അത് എനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഈ പറഞ്ഞ കാര്യത്തിന് പിന്നെയും പറയാണ്. അതിനകത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, കൂടുതൽ വീഡിയോസ് വരുമെന്ന് പറഞ്ഞില്ല. ലൈക്ക് എൻ്റെ ഓൺലൈൻ ബിസിനസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിനകത്ത് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ച് PR-ഒക്കെ നേടി ഈ ഒരു ലെവൽ വരെ വന്ന് നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു 100% ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒന്നും ആ ഒരു ലെവലിലേക്ക് ആയിട്ടില്ല. എന്ന് വെച്ചിട്ട് കഷ്ടപ്പാടും പട്ടിണിയും ദുരിതമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡ്രീം ലൈഫിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഇപ്പോൾ ഇത്രയും നാൾ ഇവിടെ നിന്നതിൻ്റെ ബേസിസിൽ എനിക്ക് മനസ്സിലായി ജോലി ശമ്പളം മാത്രം വെച്ചിട്ട് നടക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. പല ബിസിനസ് പലതും നോക്കി ഇൻവെൻട്രി വെച്ചിട്ട് നാട്ടിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയതിൻ്റെ അകത്തുനിന്ന് അതൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ലെന്ന് മനസ്സിലായതിൻ്റെ അകത്തുനിന്നാണ് ഞാൻ ഓൺലൈൻ ബിസിനസ് എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത്. അതിപ്പോൾ ചെയ്തു തുടങ്ങി. വലിയ എഫേർട്ടൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് സമയമുള്ള പോലെ കാറിലിരുന്നിട്ടോ വീട്ടിലിരുന്നിട്ടോ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന പോലെ എൻ്റെ സമയത്ത് കുറച്ച് എഫേർട്ട് ഞാൻ അതിലേക്ക് ഇടുന്നു. കുറച്ചുകൂടെ എഫേർട്ട് ഇടാനുണ്ട്. പക്ഷേ എന്നാലും ഇട്ട എഫേർട്ടിന് ഓൾറെഡി എനിക്ക് റിസൾട്ട് വന്നു തുടങ്ങി. എനിക്ക് ഓൾറെഡി ഒരു $530 എനിക്ക് ചെക്ക് വന്നു. ഇനി എനിക്കൊരു 1,200 വരാനുണ്ട്. ആൻഡ് ഇതൊക്കെ എനിക്ക് അടുത്ത വർഷം ഇവിടെ ടാക്സ് ഫയൽ ചെയ്യേണ്ടതും കൂടെയാണ്. അപ്പം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത് കേട്ടോ. അങ്ങനെ പെട്ടെന്നുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ചെറിയ രീതിക്ക് കഷ്ടപ്പാടുണ്ട്. പക്ഷേ അങ്ങനെ പ്രഷറോ ടൈറ്റ് ഡെഡ് ലൈൻസോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കുറച്ചുകൂടെ ഞാൻ ഇവിടെ അതായത് കാനഡയിലോ US-ഓ ഓസ്ട്രേലിയയോ അങ്ങനെ ഏതെങ്കിലും അബ്രോഡ് കൺട്രീസിലുള്ളവരുടെ അടുത്താണ് ഇത് കുറച്ചുകൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടില്ല, നാട്ടിലുള്ളവർക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നാട്ടിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയേക്കുന്നത് നമുക്ക് ഈ ടാക്സിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള കൺട്രീസിലാണ്. അതായത് നമ്മൾ എത്ര ഏൺ ചെയ്താലും ഞങ്ങൾക്ക് തരാനുള്ള എടുത്തിട്ട് ബാക്കി നിങ്ങൾ എടുത്താൽ മതി എന്നും പറഞ്ഞ് ഗവൺമെൻറ് കൊണ്ടുപോകുന്നൊരു പ്രതിഭാസം കണ്ടേക്കുന്നത് ഇവിടെ വന്ന ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇവിടെ ഉള്ളവർക്കാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആണെന്നുള്ളത്. എനിവേ ഇത് ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ വേറെ ഞാൻ അപ്ലോഡ് ചെയ്ത കൂട്ടത്തിൽ ഈ ചാനലിലോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഇനി 4 സബ്സ്ക്രൈബേഴ്സിൻ്റെ 400 വ്യൂസും കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഈ വീഡിയോ ഇടണമെന്ന് വെച്ചു. അത്രയേ ഉള്ളൂ. ഇനി ഇതൊരു പ്ലാൻ ചെയ്ത് യൂട്യൂബ് ചാനലൊക്കെ ആക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ. പക്ഷേ ഇതുപോലെ ഷോർട്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോസ് ഇട്ട് പോവാം. അപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുക.
എൻ്റെ ഇമെയിൽ ഐ ഡി ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ എൻ്റെ പേര് ഷബ്ന യൂസഫ് എന്നാണ്. എൻ്റെ വെബ്സൈറ്റ് www.shabnayousaf.com SHABNAYOOSAF.com. അതിൽ കയറിയിട്ട് ഫോം ഫിൽ ചെയ്താലും അത് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, ബൈ, താങ്ക് യു.